ഹലോ, എല്ലാവർക്കും ഉമാസ് കിച്ചണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുരിങ്ങാക്കായ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ 4 മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലേശം ഒന്ന് മൂത്തതായതുകൊണ്ട് ഇതൊന്ന് ഒന്ന് 4ആയി പിളർന്നിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 10-20 ചെറിയ ഉള്ളി അതെടുത്തിട്ട് ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ വലിയ കഷ്ണമായതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് തക്കാളി, ഒരു വലിയ നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് മസാലപ്പൊടികളാണ്. അത് ഇടുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചട്ടിയിലാണ് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകിൻ്റെ കഷ്ണം മുറിച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 10-20 ചെറിയ ഉള്ളിയാണ് എടുത്തത്. ഇതിൽ കൂടുതൽ ഉള്ളി എടുത്താലും ഈ ഒരു മെഴുക്ക് പുരട്ടി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ആ തക്കാളി നന്നായി ഒന്ന് നമുക്ക് വേവിച്ച് ഉടച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ തക്കാളി ഉള്ളിയെല്ലാം പെട്ടെന്ന് നന്നായി ഒന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അതിൽ നമുക്ക് ഇച്ചിരി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇടുന്നത് പറങ്കിപ്പൊടിയാണ് കേട്ടോ. അത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാലപ്പൊടി മതി ഇതിന്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കാം. ഒരു മിനിറ്റോളം ഇളക്കിയാൽ മതി. തീ കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇത് മതി. ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് മുരിങ്ങാക്കായ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മുരിങ്ങാക്കായ മുറിച്ചതെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് തക്കാളിയെല്ലാം വഴറ്റുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങക്കായ്ക്ക് വേണ്ടുന്ന ഉപ്പ് ഇടുന്ന സമയത്ത് അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങക്കായെല്ലാം വെന്ത് സെറ്റാവാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായൊക്കെ വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് കുറഞ്ഞ തീയിലിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ മുരിങ്ങക്കായയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഒന്നുകൂടെ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയല്ല, ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരുപാട് കൂട്ടി വെക്കണ്ട, എന്നാലും ഇച്ചിരി കൂടുതൽ തീയിലിട്ട് വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഈ മുരിങ്ങക്കായ് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ മുരിങ്ങക്കായിൽ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വേവിച്ചാൽ ഒന്ന് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടി റെഡിയായി ഒന്ന് നോക്കാം കേട്ടോ.
കണ്ടില്ലേ, നമ്മളെ മുരിങ്ങാക്കായ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്രേവിയുടെ തന്നെയാണ് മെഴുക്ക് വരട്ടി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ, എന്നാലേ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിന് ചെറിയ ഉള്ളി തന്നെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതില്ലെങ്കിൽ മാത്രം നമുക്ക് സവാള യൂസ് ചെയ്താൽ മതി. പിന്നെ കുരുമുളക് പൊടിയും അതും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മസാലപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി ഗൈസ്. അത് ചെറിയൊരു സെക്കൻഡ് ഇതിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങക്കായ മെഴുക്ക് വരട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.